ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ സൂറത്തുൻ നാസിആത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 15 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഈ സൂറത്തിൻ്റെ മഖ്സിദ്, അടിസ്ഥാന ലക്ഷ്യം തഹ്വീലു അംരിൽ ആഖിറ, ആഖിറത്തിൻ്റെ കാര്യം, പരലോക ജീവിതത്തിൻ്റെ വിഷയം, അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക. വൽ ഹസ്സു അല അഖ്ദിൽ ഇബ്ര, ഖുർആനിൽ അല്ലാഹു തആല വിവരിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പരലോകവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക. അത് കേട്ട് മറന്നു പോകാതെ അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള കാര്യം ഉൾക്കൊള്ളുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സൂറത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. സൂറത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇജ്തിഹാദിയായ ഒരു കാര്യമാണ്, ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്താണോ അവർ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമാണ് അല്ലാഹു തആല ഈ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. മുഫസ്സിരീങ്ങൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ സൂറത്തിൻ്റെ മഖാസിദ്, ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് ഈ രണ്ട് കാര്യങ്ങളും എന്ന് പറയാം. വേറെയും ഉദ്ദേശങ്ങൾ അല്ലാഹുവിനുണ്ടാകാം, അത് മറ്റ് തഫ്സീറുകളിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഇനി കഴിഞ്ഞ ആയത്തുകളിൽ മരണത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, മരണാനന്തര ജീവിതം നിഷേധിക്കുന്ന ആളുകൾക്ക് മറുപടി പറഞ്ഞു. അതിനുശേഷം അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥയാണ് പറയുന്നത്. ഹൽ അതാക ഹദീസു മൂസ എന്ന 15-ാമത്തെ ആയത്ത് മുതൽ 26 വരെയുള്ള 11 ആയത്തുകൾ. ഈ 11 ആയത്തുകളിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് വിവരിക്കുന്നത്. എന്താണ് ഈ സംഭവം ഇവിടെ പറയാനുള്ള സാഹചര്യം, മുനാസബത്ത്? മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. അല്ലാഹു തആല സൂറത്തിൻ്റെ തുടക്കത്തിൽ മരണാനന്തര ജീവിതം നിഷേധിക്കുന്ന ആളുകൾക്ക് മറുപടി പറഞ്ഞു, താക്കീത് നൽകി. ആ താക്കീത് അവസാനിക്കുന്നത് അവരുടെ ഒരു പരിഹാസം, മരണാനന്തര ജീവിതത്തെ, പരലോകത്തെയൊക്കെ പരിഹസിച്ചുകൊണ്ട് അവർ പറയുന്ന ഒരു വാക്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, ഞങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കപ്പെടുമെന്നാണോ? ഇദാ കുന്ന ഇളാമൻ നഖിറ, നുരുമ്പിയ എല്ലിൻ്റെ പൊടിയായതിനു ശേഷം. ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അത് വളരെ നഷ്ടകരമായ മടക്കമായിരിക്കും, അങ്ങനെ മടങ്ങുമായിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും എന്നൊക്കെ അവർ പരിഹസിച്ച് പറയും എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ പറയുന്നത്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരുന്ന പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയൊക്കെ വാക്കുകൾ പറഞ്ഞിട്ട് അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. ഇവരുടെ ഈ പരിഹാസത്തിൽ വിഷമിക്കേണ്ടതില്ല. ആ ആശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ പറയുന്നത്. കാരണം മൂസാ നബി ഇതിലും വലിയ പരിഹാസവും ആക്ഷേപവും അതുപോലെ തന്നെ ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട്. ആ മൂസാ നബി അലൈഹി സ്വലാമിൽ താങ്കൾക്ക് ഗുണപാഠമുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതാണ് ഈ സംഭവം ഇവിടെ പറയാനുള്ള സാഹചര്യം. ഇനി ഈ ആയത്തുകളിലുള്ള 1-2 വാക്കുകൾ, സാധാരണ അറബിയിൽ പ്രയോഗത്തിലില്ലാത്ത ഗരീബായ വാക്കുകൾ നോക്കാം. ഒന്നാമത്തെ വാക്ക് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുന്നത്, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ആ ചരിത്രം തുടങ്ങുന്നത് തൂർ പർവ്വതത്തിൻ്റെ പരിസരത്ത് വെച്ച് അദ്ദേഹത്തോട് അള്ളാഹു സംസാരിച്ചതിനെക്കുറിച്ചാണ്, വഹി നൽകിയതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനുപയോഗിച്ച വാക്ക് ബിൽവാദിൽ മുഖദ്ദസി തുവ, അൽ വാദി അൽ മുഖദ്ദസ്. മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാദി എന്ന് പറഞ്ഞാൽ താഴ്വര, മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ പവിത്രമായ, പരിശുദ്ധമായ. അപ്പം അൽ മുഖദ്ദസ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഗരീബായ വാക്ക്. അൽ മുതഹർ, പരിശുദ്ധമായ എന്നർത്ഥം. തുവ എന്നുള്ളത് സ്ഥലത്തിൻ്റെ പേരാണ്, ആ പർവ്വതത്തിൻ്റെ പേരാണ്. അടുത്ത ഒരു വാക്ക് ഫിർഔനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നഹു ത്വഗ, ഫിർഔൻ ധിക്കാരിയായിരിക്കുന്നു എന്നതിന് ത്വഗ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ത്വഗ എന്ന് പറഞ്ഞാൽ തജാവസൽ ഹദ്, പരിധി വിട്ടു എന്നാണ് ത്വഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് തസക്ക, ഫഖുൽ ഹല്ലക ഇല അൻ തസക്ക. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് ചോദിക്കുന്ന ചോദ്യമാണ്. തസക്ക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഇവിടെ ചോദിക്കുന്നത്? നിനക്ക്
സ്വയം ശുദ്ധീകരിക്കാൻ സമയമായിട്ടില്ലേ, അതിന് താല്പര്യമില്ലേ എന്നൊക്കെയാണ്. അപ്പോൾ സ്വയം ശുദ്ധീകരിക്കുക എന്നുള്ളതിന് തസക്ക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അതിൽ ഒരു താ കളഞ്ഞതാണ് തസക്ക എന്ന് പറയുന്നത്. അപ്പോൾ തസക്ക എന്ന വാക്കിൻ്റെ അർത്ഥം തത്വഹറ മിനശ്ശിർക്ക്, ശുദ്ധിയാവുക, മിനശ്ശിർക്കി വൽ മആസി, ഷിർക്കിൽ നിന്നും പാപങ്ങളിൽ നിന്നുമൊക്കെ ശുദ്ധിയാവുക എന്നതാണ് തസക്ക എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നീട് ഇതിലുള്ള ഗരീബായ ഒരു വാക്ക് ഹശറ എന്നുള്ളതാണ്. ഹശറ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉപയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണ്? ഫിർഔന് തൻ്റെ അനുയായികൾ ഒരുമിച്ച് കൂട്ടി എന്നുള്ള ആയത്തിൽ അത് പറയുന്ന സ്ഥലത്താണ് ഫഹശറ എന്നുപയോഗിച്ചത്. ഹശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി, ജമഅ എന്നാണ് അർത്ഥം. നമുക്കറിയാം പരലോകത്ത് മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിന് അല്ലാഹു തആല പറഞ്ഞത് മഹ്ശർ എന്നാണ്, ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അടുത്ത ഒരു വാക്ക് നക്കാൽ എന്നാണ്. ഫഅഖദഹുല്ലാഹ്, ഫിർഔൻ അല്ലാഹു തആല പിടികൂടി. നക്കാലൽ ആഖിറതി വൽ ഊല, നക്കാൽ എന്ന് പറഞ്ഞാൽ അൽ ഉഖൂബ, ശിക്ഷ എന്നാണ് അർത്ഥം. അതെങ്ങനെയാണ് പ്രയോഗിക്കുക? വാക്ക് നക്കല ബിഹി എന്നാണ് പറയുക. ഒരാളെ ശിക്ഷിച്ചു എന്നുള്ളതിന് നക്കല ബിഹി എന്നാണ് പറയുക. അപ്പോൾ ഒരു ഫുലാൻ, ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവനെ ശിക്ഷിച്ചു എന്ന് എങ്ങനെ പറയാം? നക്കല ബി സെയ്ദ്, സെയ്ദിനെ ശിക്ഷിച്ചു എന്നുള്ളതിന് അങ്ങനെ പറയാം. അല്ല, അറബിയിൽ ഓരോ വാക്കുകളും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാലേ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. നക്കാൽ എന്ന് പറഞ്ഞാൽ അദാബ് എന്നാണ് എന്ന് മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് ഒരു വാചകത്തിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നക്കലബി എന്ന് പറഞ്ഞിട്ടാണ് വാക്ക് ഉപയോഗിക്കുക. നേരെ മറിച്ച് ആഖബ എന്നായിരുന്നെങ്കിൽ ആഖബഹു എന്നാണ് പറയുക. അപ്പോൾ സെയ്ദിനെ ശിക്ഷിച്ചു എന്ന് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ആഖബ സെയ്ദൻ, സെയ്ദിനെ ശിക്ഷിച്ചു. അതുപോലെ നക്കല സെയ്ദ് എന്ന് പറയാൻ പറ്റില്ല, നക്കല ബി സെയ്ദിൻ എന്ന് പറയാം. അടുത്തൊരു വാക്ക് അൽ ഇബ്ര എന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഫിറൗൻ്റെയും കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് അവസാനമായി പറഞ്ഞത്? ഇന്ന ഫിദാലിക ല ഇബ്റതൻ, തീർച്ചയായും ഈ കഥയിൽ ഇബ്റത്തുണ്ട്, ഗുണപാഠം എന്നാണ് മലയാളത്തിൽ ഇബ്റത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ അറബിയിൽ അർത്ഥം പറയുന്നത് മുഫസ്സിരിങ്ങളും അതുപോലെ ഡിക്ഷണറികളും പറയുന്ന അർത്ഥം അൽ ഇബ്റ അദ്ദലാലത്തു ബിശ്ശൈഇ അലാ മിസ്ലിഹി, അദ്ദലാലത്തു ബിശ്ശൈഇ അലാ മിസ്ലിഹി, ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മറ്റൊന്ന് ഉൾക്കൊള്ളുക. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ കേട്ടു, ഫിറൗനെ അള്ളാഹു ശിക്ഷിച്ചു. ആ ശിക്ഷിച്ചു എന്നതിൽ നിന്ന് മനസ്സിലാക്കുക, മറ്റൊരു കാര്യം മനസ്സിലാക്കുക. അതെന്താണ്? അള്ളാഹിനെ ധിക്കരിച്ചാൽ അള്ളാഹു ശിക്ഷിക്കും എന്ന് മനസ്സിലാക്കുക. ഉബൂർ എന്ന് പറഞ്ഞാൽ മുറിച്ച് കടക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വിവരിക്കപ്പെട്ട ചരിത്ര സംഭവത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിച്ചേരുക, മറ്റൊരു കാര്യം ഉൾക്കൊള്ളുക എന്നർത്ഥം. ആ കഥയായി മനസ്സിലാക്കാതെ അതിൽ നിന്ന് മറ്റൊരു കാര്യം ഉൾക്കൊള്ളുക, അതാണ് ഇബ്രത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ആയത്തുകളിലുള്ള ഗരീബായ വാക്കുകൾ. ഇനി നമുക്ക് ഓരോ ആയത്തായി വായിച്ചു നോക്കാം. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയാണ് പറയുന്നത്. ആ കഥയുടെ ഒരു ഭാഗം, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആവർത്തിച്ചിട്ടുള്ള കഥയാണ്. നമുക്കറിയാം എത്രത്തോളം എന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാദൽ ഖുർആനു യകൂന കുല്ലുഹു ലിമൂസ, ഖുർആൻ മുഴുവൻ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയാണെന്ന് പറയാറായിട്ടുണ്ട് ഏകദേശം. എത്രത്തോളം എന്ന് വെച്ചാൽ 100 സ്ഥലങ്ങളിൽ, 100-ലധികം സ്ഥലങ്ങളിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 30 സൂറത്തുകളിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയുണ്ട്. അപ്പോൾ ഖുർആൻ്റെ നല്ലൊരു ഭാഗം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. ഈ കഥ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ മനസ്സിലാക്കാതെ വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ ഏത് ഭാഗം ഖുർആൻ ഓതിയാലും അവിടെ ഈ കഥയുടെ ഒരു രംഗം വരും. അപ്പോൾ ആ സംഭവം എന്താണ്, അതിൻ്റെ തർത്തീബ് എങ്ങനെയാണ്, എന്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത സംഭവം, ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം അത് കഥയുടെ ഏത് ഘട്ടത്തിൽ സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഖുർആനിലെ 30 സൂറത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഈ കഥ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്? പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ പറഞ്ഞതാണോ? ഒന്നാമത്തെ കാരണം, ഇത് വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കാളും പ്രധാനമാണ്, അതിനേക്കാൾ പ്രധാനപ്പെട്ട കഥയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ. നമുക്കറിയാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ഒരു സൂറത്ത് അതിനു വേണ്ടി മാറ്റിവെച്ചു, സൂറത്ത് യൂസുഫ്. ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥ.
പിന്നെ എങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കഥയേക്കാൾ പ്രധാനമായത്? അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണോ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ രണ്ട് കഥകളും തമ്മിൽ താരതമ്യം ചെയ്ത് പറയുന്ന വാക്ക് നോക്കുക. അദ്ദേഹം പറഞ്ഞു, വദാലിക, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കഥയേക്കാൾ പ്രധാനമാണ് മൂസാ നബിയുടേത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലിഅന്നല്ലദീന ആദു യൂസുഫ് അലൈഹി സ്വലാമിനോട് ശത്രുത കാണിച്ചവർ ലം യുആദൂഹു അലദ്ദീൻ, ദീനിൻ്റെ പേരിലല്ല ശത്രുത കാണിച്ചത്. ബൽ ആദൗഹു അദാവത്തുൻ ദുന്യവിയായ ശത്രുതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വഹസദൂഹു അല മഹബ്ബത്തി അബീഹി ലഹു, ഉപ്പാക്ക് മൂസാ നബിയോടുണ്ടായിരുന്ന യൂസുഫ് അലൈഹി സ്വലാമിനോടുണ്ടായിരുന്ന അമിതമായ സ്നേഹം, മറ്റു മക്കളെക്കാളുള്ള സ്നേഹം, അതായിരുന്നു അവരുടെ ശത്രുതയ്ക്ക് കാരണം. അപ്പോൾ ദുന്യവിയായ ഒരു പ്രശ്നമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്, ദീനിയായ പ്രശ്നമല്ല യൂസുഫ് നബിയും സഹോദരന്മാരും തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ മൂസാ നബിയും ഫിറോനും തമ്മിൽ എന്താണ്? ദീനിയായിട്ടുള്ള ശത്രുതയായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കഥ അതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയല്ല, അതിന് പ്രാധാന്യമുണ്ട്. മാത്രമല്ല യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ദീനിയായ പരീക്ഷണങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. പിന്നെ രാജാവിൻ്റെ ഭാര്യയുടെ ഫിത്ന, അതുപോലെ തന്നെ ജയിലിൽ പോയത്, ഒരു മാസ്യത്തിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നു. ഇങ്ങനെ ദീനിയായി പരീക്ഷിക്കപ്പെട്ടു. അതുപോലെ ഭരണം കിട്ടിയപ്പോൾ നീതി നടപ്പിലാക്കി. അവിടെ പക്ഷപാതം കാണിക്കാതെ, അക്രമം കാണിക്കാതെ നീതിപൂർവ്വം ഭരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിനേക്കാളും വലിയ പരീക്ഷണമാണ് മൂസാ നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നത്. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ്യ പറയുന്നത് മറ്റ് നബിമാരുടെ, വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുള്ള മറ്റ് പല നബിമാരുടെയും ചരിത്രങ്ങൾ, നൂഹ് അലൈഹി സ്വലാം, ഇബ്രാഹിം അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം, ഇവരുടെയൊക്കെ ചരിത്രം സൂറത്ത് യൂസുഫിൽ പറയുന്ന കഥയേക്കാളും മഹത്വമുള്ളതാണ്. കാരണം ഇവരൊക്കെ അവരുടെ മുശ്രിക്കുകളായ ഖൗമുകളോട് ഏറ്റുമുട്ടിയവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് അഹ്സനുൽ ഖസസ് എന്ന് സൂറത്ത് യൂസുഫിൽ പറഞ്ഞത്? അത് ഇബ്നു തൈമിയ്യ പറയുന്നു, വഹിയ അഹ്സനു മിനൽ ഖസസ് ഇല്ലത്തി ലം തുഖസ്സ ഫിൽ ഖുർആൻ, ഖുർആനിൽ പറയപ്പെടാത്ത മറ്റ് കഥകളെ അപേക്ഷിച്ച് നല്ല കഥയാണ് എന്നേ അതിനർത്ഥമുള്ളൂ. അഥവാ ഖുർആനിൽ പറഞ്ഞ അമ്പിയാക്കളുടെ കഥകൾ അതാണ് ഏറ്റവും നല്ല കഥകൾ എന്നേ അർത്ഥമാക്കുന്നുള്ളൂ. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കഥയെക്കുറിച്ചല്ല പറഞ്ഞത്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് എന്ന് പറഞ്ഞത് ഖുർആനിലുള്ള എല്ലാ കഥകളും ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നർത്ഥം. ഇനി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥയെക്കുറിച്ച് ഇബ്നു തൈമിയ്യ പറയുന്നു, വസന്ന ഖിസ്സത മൂസ മഅ ഫിർഔൻ, ഫിർഔനും മൂസയും തമ്മിലുള്ള കഥ അല്ലാഹു തആല സന്ന എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പരാമർശിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കഥയേക്കാളും പ്രധാനമാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പ്രധാനമായി? അതാണ് ഇവിടെ ഇബ്നു തൈമിയ്യ പറയുന്നത്. ലിഅന്നഹുമാ ഫീ തൊറഫൈ നഖീദിൻ ഫിൽ ഹഖ് വൽ ബാത്തിൽ, കാരണം അവർ രണ്ടുപേരും, മൂസയും ഫിർഔനും, ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണുള്ളത്. ഒരാൾ ഹക്കിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ്, കലീമുല്ലാഹ് മൂസാ നബി അലൈഹി സ്വലാം. നമുക്കറിയാം അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ദർജ കൂടിയവരാണ് ഉലുൽ അസ്ം, അതിൽ തന്നെ ദർജ കൂടിയവരാണ് അള്ളാഹു നേരിട്ട് സംസാരിച്ചവരായ നബിമാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ മൂസാ നബി അലൈഹി സ്വലാം. അവരോട് അള്ളാഹു തആല നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ള ഒരാൾ ഒരു ഭാഗത്ത്, ഫിർഔൻ നമുക്കറിയാം അന റബ്ബുക്കുമുൽ അല എന്ന് പറഞ്ഞ ആളാണ്, തന്നെ ആരാധിക്കാൻ വേണ്ടി ആളുകളെ നിർബന്ധിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്രയും വലിയ ബാത്തിൽ ഇനി ഉണ്ടാവാനില്ല. അതാണ് കാരണം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്ന കഥകളൊക്കെ ഹക്കും ബാത്തിലും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അത് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലുള്ള സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ചര്യയാണ്. ഹക്കും ബാത്തിലും തമ്മിൽ എപ്പോഴും ഒരു പ്രശ്നമുണ്ടാകും. ആ പ്രശ്നം ഇല്ലാതെയാക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഹക്കും ബാത്തിലും ഈ ലോകത്തുണ്ടോ, അത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും. അതില്ലാതെയാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും സാധ്യമല്ല. അല്ലാഹു തആല പറഞ്ഞത് വലാ യസാലൂന യുഖാതിലൂനക്കും ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും ഇൻ ഇസ്തതാഉ, കഴിയുമെങ്കിൽ അവർക്ക് ശക്തി കിട്ടിയാൽ നിങ്ങളെ ദീനിൽ നിന്ന് പുറത്താക്കാൻ, മുർത്തദ്ദാക്കാൻ വേണ്ടി അവർ നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കും. ഇത് കുഫറിൻ്റെ ഭാഗമാണ്, അതിനു വേണ്ടി പോരാടുക എന്നുള്ളത്. അല്ലദീന ആമനു യുഖാതിലൂന ഫീ സബീലില്ലാഹ് വല്ലദീന കഫറു യുഖാതിലൂന ഫീ സബീലിത് താഗൂത്ത്. അത് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള പ്രപഞ്ച നിയമമാണ്.
അപ്പോൾ ഹക്കും ബാത്തിലും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ പല അവസ്ഥകളുണ്ടാകും. മാസിയത്തിൻ്റെ ആളുകളും തഖ്വയുള്ള ആളുകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും. സുന്നത്തിൻ്റെ ആളുകളും ബിദ്അത്തിൻ്റെ ആളുകളും തമ്മിൽ പ്രശ്നമുണ്ടാകും. അതുപോലെ ഷിർക്കിൻ്റെ ആളുകളും തൗഹീദിൻ്റെ ആളുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകും. എപ്പോഴാണ് ഈ പോരാട്ടം ഏറ്റവും ശക്തി കൂടുന്നത്? രണ്ടും തമ്മിലുള്ള അകലം കൂടുമ്പോഴാണ്. ഇല്ല, ഷിർക്കും തൗഹീദും തമ്മിലുള്ള ശത്രുത ഒരിക്കലും ബിദ്അത്തും സുന്നത്തും തമ്മിലുണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഒരു മാസിയത്ത് ചെയ്യുന്നയാളും സ്വാലിഹായ ഒരു മനുഷ്യനും തമ്മിലുണ്ടാകുന്ന വെറുപ്പും വിദ്വേഷവും ഒരു സുന്നത്തിൻ്റെ ആളും ബിദ്അത്തിൻ്റെ ആളും തമ്മിൽ ഒരു മാസിയത്ത് ചെയ്യുന്നയാളും സ്വാലിഹായ ഒരു മനുഷ്യനും തമ്മിലുണ്ടാകുന്ന ശത്രുത സുന്നത്തിൻ്റെ ആളും ബിദ്അത്തിൻ്റെ ആളും തമ്മിലുള്ള ശത്രുതയേക്കാൾ വളരെ കുറവായിരിക്കും. അതുപോലെ ഷിർക്കും തൗഹീദും തമ്മിലുള്ള ശത്രുതയെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ ശത്രുത ഉണ്ടാവുക ആര് തമ്മിലാണ്? ഞാൻ റബ്ബാണെന്ന് പറയുന്നവനും അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാം. ഇതിനേക്കാൾ വലിയ ശത്രുത ഉണ്ടാവാനില്ല. അപ്പം അതുകൊണ്ടാണിത് ഏറ്റവും വലിയ കഥയായി മാറിയത്, ഏറ്റവും കൂടുതൽ ഗുണപാഠങ്ങളുള്ള സംഭവമായി മാറിയത്. ഫഇന്ന ഫിർഔന ഫി ഗായത്തുൽ കുഫ്രി വൽ ബാത്തിൽ ഹൈസു കഫറ ബിർറുബൂബിയ്യത്തി വൽറിസാല. ഫിർഔൻ റുബൂബിയ്യത്ത് തന്നെ നിഷേധിച്ചു, ഞാനാണ് റബ്ബ് എന്നാണ് പറയുന്നത്. വമൂസ ഫി ഗായത്തിൽ ഹഖ് വൽ ഈമാൻ. മൂസ നബി അലൈഹി സ്വലാം ആണെങ്കിലോ ഹക്കിൻ്റെയും ഈമാൻ്റെയും കാര്യത്തിൽ ഏറ്റവും ഉന്നതിയിലാണ്. മിൻ ജിഹത്തി, ഏത് നിലക്കാണ് നമ്മളിത് പറയുന്നത്? ഇബ്നു തൈമിയ്യ പറയുന്നു, അൻ അല്ലാഹ കല്ലമഹു തക്ലീമൻ ലം യജ്അല്ലാഹു ബൈനഹു വബൈനഹു വാസിത്തത്തുൻ മിൻ ഖൽഖിഹി. ഒരു സൃഷ്ടിയെ ഇടയിൽ വെക്കാതെ നേർക്കുനേരെ അള്ളാഹു സംസാരിക്കേണ്ടായി. വക്കല്ലമ അല്ലാഹു മൂസ തക്ലീമ. അപ്പോൾ ഇതാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം എന്ന് പറയാനുള്ള കാരണം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കഥകളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയാനുള്ള കാരണം. ഈ ചരിത്രം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 2 ഘട്ടങ്ങളുണ്ടായി. മൂസാ നബിക്ക് 2 ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന് ഫിർഔനുമായുള്ള സംഭവങ്ങൾ, മൂസാ നബിയും ഫിർഔനും തമ്മിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. രണ്ടാമത്തേത് തൻ്റെ അനുയായികളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇങ്ങനെയുള്ള 2 ഘട്ടങ്ങളുണ്ട് മൂസാ നബിയുടെ ചരിത്രത്തിന്. അത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കിയാൽ കാണാം അല്ലേ? മൂസാ നബീൻ്റെ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ച് പറയുമെങ്കിലും ആ ആവർത്തനം ഒരിക്കലും വിരസമല്ല, വെറുതെ അല്ല, ലക്ഷ്യമുണ്ട് ആവർത്തനത്തിന്. ചില ആളുകൾ, നിഷേധികളായ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ടാണ് ഒരു വിഷയം ഒരു സ്ഥലത്ത് മാത്രം, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളെല്ലാം കൂടി ഒരു അധ്യായത്തിൽ തന്നെ പറയാത്തത്? എന്താണ് ഇങ്ങനെ ഒരേ ആശയം പല സൂറത്തുകളിലായി പരന്നു കിടക്കുന്നത്, ആവർത്തിക്കപ്പെടുന്നത്? ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ പല സൂറത്തുകൾ, ഇതെല്ലാം കൂടി ഒരു ഭാഗത്ത് വെച്ചൂടെ? അതുപോലെ നരകത്തിനെക്കുറിച്ചുള്ള ഒരു ഭാഗത്ത്. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവർക്ക് വിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഖുർആനിലെ ഈ ആവർത്തനത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ മൂസാ നബിയുടെ ചരിത്രം തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ചരിത്രമാണ്. സൂറത്തുൽ ബഖറയിലുണ്ട്, അവസാനത്തെ ജുസിൽ സൂറത്തുൽ ആലയിലുമുണ്ട്. ഏറ്റവും അവസാനത്തെ ഹിസ്ബ്, ഖുർആൻ 60 ഭാഗമാക്കിയാൽ അവസാനത്തെ 60-ലുമുണ്ട്, അവസാനത്തെ ഹിസ്ബിലുമുണ്ട്, ഒന്നാമത്തെ ഹിസ്ബിലുമുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. ഈ രണ്ടും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ഇതിൽ ബഖറയിൽ പറഞ്ഞ ചരിത്രം, ബഖറയിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞതൊക്കെ എന്താണ്? ഈ 2 അർദ്ധഭാഗങ്ങളിൽ മൂസാ നബിയുടെ ജീവിതത്തിൻ്റെ 2 ഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തെക്കുറിച്ചാണ്? ആദ്യ ഘട്ടമാണോ രണ്ടാമത്തെ ഘട്ടമാണോ? ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത് മുതൽ വഹി കിട്ടുന്നത് വരെയുള്ള, ജനിക്കുന്നത് മുതൽ വഹി കിട്ടി ഫിർഔനെ മുക്കിക്കൊല്ലുന്നത് വരെയുള്ള ചരിത്രം. ഫിർഔൻ മരിച്ചതിന് ശേഷമുള്ളതാണ് 2ാം ഘട്ടം, തൻ്റെ അനുയായികളുമായി മൂസാ നബിക്ക് ഉണ്ടായ അനുഭവങ്ങൾ. ഇതിലേതാണ് ബഖറയിലുള്ളത്? അനുയായികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ തമറുദ്, അവരുടെ ധിക്കാരം, അവരോട് ഓരോ വഹി കൈമാറുമ്പോഴും ഓരോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവരെ പഠിപ്പിക്കുമ്പോഴും അവർ തർക്കുത്തരം പറയുന്നതും നിഷേധിക്കുന്നതും ധിക്കരിക്കുന്നതും ഒക്കെയാണ് ബഖറയിൽ പറയുന്നത്. എന്നാൽ അവസാനത്തെ ജുസിലോ, ഈ സൂറത്തിൽ ഇപ്പോൾ നാസിയാത്തിലൊക്കെ പറയുന്നത് ഫിർഔനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1ാം ഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. സൂറത്തുൽ ബഖറ ഇറങ്ങുന്നത് മദീനയിലാണ്. മദീനയിൽ ആരാണുള്ളത്? യഹൂദികളാണ്. യഹൂദികൾ മൂസാ നബിയുടെ ആൾക്കാരാണ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ പാരമ്പര്യം ഇതാണ്, ഇത്ര ധിക്കാരികളായിരുന്നു നിങ്ങളുടെ പൂർവികർ, മൂസാ നബിയുടെ ആളുകളാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നതിന് അർത്ഥമില്ല. കാരണം മൂസാ നബിയുടെ കൽപ്പനകൾ ഇത്രയും ധിക്കരിച്ച ആളുകളാണ് നിങ്ങളുടെ പൂർവികർ തന്നെ എന്നൊക്കെയാണ് പറയുന്നത് അവരോട്. ഇതുപോലെ ആവരുത്, നിങ്ങൾ ഈ ധിക്കാരം വെടിയണം എന്നാണ് സൂറത്തുൽ ബഖറയിൽ അവരോട് പറയുന്നത്.
എന്നാൽ ജുസ് അമ്മയിലും അതുപോലെ അവസാനത്തെ സൂറത്തുകൾ നമുക്കറിയാം മക്കയിൽ അവതരിച്ചതാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ സ്വഭാവം ഫിർഔൻ്റെ സ്വഭാവം പോലെയാണ്. ഏറെക്കുറെ ഫിർഔൻ്റെ ധിക്കാരം പോലെയാണ് ഇവരുടെയും ധിക്കാരം. അതുകൊണ്ടാണ് ഫിർഔൻ്റെ കഥ പറഞ്ഞതിന് ശേഷം സൂറത്തുൽ ഖമറിൽ അല്ലാഹു തആല പറഞ്ഞത് അകുഫാറുക്കും ഖൈറും മിൻ ഉലായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നിഷേധികൾ മക്കക്കാരോട് പറയുകയാണ് ഈ ഫിർഔനേക്കാളും നല്ലവരാണ്, അല്ലെങ്കിൽ അതിനേക്കാളും കരുത്തരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ സൂറത്ത് മുസമ്മിൽ അല്ലാഹു തആല പറഞ്ഞു ഇന്ന അർസൽനാ ഇലൈക്കും റസൂലൻ കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. മക്കാ മുശ്രിക്കുകളോട് പറയാണ് നിങ്ങളുടെ അടുത്തേക്ക് മുഹമ്മദ് വന്നതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ മൂസാ നബി അലൈഹി സ്വലാം ഫിർഔൻ്റെ അടുത്തേക്ക് പോയി. ഫഅസാ ഫിർഔനു റസൂല ഫഅഖദ്നാഹു അഖദൻ വബീല. ഫിർഔൻ ധിക്കരിച്ചപ്പോൾ കടുത്ത ശിക്ഷ കൊണ്ട് ഞാൻ പിടികൂടി, അതുപോലെ നിങ്ങളെയും പിടികൂടുമെന്നർത്ഥം. അപ്പം മക്കയിൽ ഏറ്റവും വലിയ നിഷേധികളാണുള്ളത്. അവരോട് അവരെപ്പോലെയുള്ള ഫിർഔൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. മദീനയിൽ മൂസാ നബിയുടെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന യഹൂദികളാണുള്ളത്. അപ്പോൾ അവരോട് മൂസാ നബിയുടെ അനുയായികളെന്ന് ഇവരെപ്പോലെ അവകാശപ്പെട്ടിരുന്ന ഇവരുടെ പിതാക്കന്മാർ ചെയ്തിട്ടുള്ള ദുൽമിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. കാരണം അവരും അതേ മാർഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആവർത്തനത്തിലൊക്കെ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെയാണ് ഇടയിലുള്ള ഓരോ സൂറത്തുകളും ആ സൂറത്തിൻ്റെ പൊതുവായ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ലക്ഷ്യം അടിസ്ഥാനമാക്കിയാണ് മൂസാ നബിയുടെ കഥ ആവർത്തിക്കുക. അവിടെ ഏതെങ്കിലും ഒരു പുതിയ വിഷയം പറഞ്ഞിട്ടുണ്ടാകും ആ സൂറത്തിനോട് യോജിക്കുന്ന നിലയ്ക്ക്. ഇനി ഈ ആയത്തുകൾ നമുക്ക് നോക്കാം. ഹൽ അതാക ഹദീസു മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വർത്തമാനം, അദ്ദേഹത്തിൻ്റെ ചരിത്രം നിനക്ക് വന്ന് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നിനക്കറിയാമല്ലോ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം എന്നർത്ഥം. അപ്പോൾ മൂസാ നബിയുടെ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല. എന്താണ് ആ സംഭവം? ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ച് അല്ലാഹു തആല അദ്ദേഹത്തെ വിളിച്ച സന്ദർഭം. അഥവാ നമുക്കറിയാം മൂസാ നബിയുടെ ചരിത്രം ചുരുക്കി പറഞ്ഞാൽ വളരെ ദീർഘമായ ചരിത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഉണ്ടായത്? മൂസാ നബി മിസ്റിൽ ജനിക്കുന്നു. അവിടെ കുറേ സംഭവങ്ങളുണ്ടാകും നമുക്കറിയാം. കുട്ടികളെ ഫിറോൻ കൊല്ലുന്നതും അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉമ്മ കടലിൽ ഒഴുക്കി വിടുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാം അവിടെ അബദ്ധത്തിൽ ഒരാളെ കൊല്ലുന്നു. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നാട് വിട്ടു പോകുന്നു. നാട് വിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? മദിയനിലേക്ക്. അപ്പോൾ മിസ്റിൽ നിന്ന് മദിയനിലേക്ക് പോയി. ഈ മദിയൻ എന്ന് പറയുന്നത് എവിടെയാണ്? മദിയൻ ഇന്നത്തെ സൗദി അറേബ്യയിലാണ്. മദീനയിൽ നിന്ന് കുറച്ചുകൂടി വടക്ക് തബൂക്ക് ഒക്കെ കഴിഞ്ഞ് ജോർദാൻ്റെ സൗദി അറേബ്യയുടെ ഇടയിലുള്ള സ്ഥലമാണ് മദിയൻ എന്ന് പറയുന്നത്. സൗദിയിലാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ച് വിവാഹം കഴിക്കുകയും അതുപോലെ അവിടെ കുറച്ച് കാലം താമസിക്കുകയും ചെയ്തു. 8 വർഷം അവിടെ താമസിച്ചു. അല്ലെ, 8 വർഷം മൂസാ നബി അലൈഹി സ്വലാം എന്തിനാണ് മദീനയിൽ താമസിച്ചത്? വിവാഹം കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ വിവാഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ നബിയായ ഒരു നബി, കലീമുല്ലാഹ്, അത്രയും വലിയ സ്ഥാനമുള്ള ആൾ, അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത് ദഅവത്തിന് വേണ്ടിയിട്ടാണ്. അല്ലേ? അപ്പോൾ ഈ ഇത്ര വലിയ ഉത്തരവാദിത്തമുള്ള ഈ ദുനിയാവിൽ ഇനി ഇതിലും വലിയൊരു ഉത്തരവാദിത്തം ഒരാൾക്ക് ഇല്ല, കിട്ടാനില്ല. നബിയാണ്. അല്ല, ഇപ്പോൾ ആളുകൾ പഠനം, ജോലി സാമ്പത്തികമായ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജോലിയല്ല പറയുന്നത്. ജോലിയിലുള്ള പുരോഗതിയും ഉന്നതമായ ലക്ഷ്യങ്ങളൊക്കെ കാരണം വിവാഹം വൈകിപ്പിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജോലിക്ക് വേണ്ടി വിവാഹം വൈകിപ്പിക്കുന്ന സ്ത്രീകൾ, അങ്ങനെയൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുന്നത് കാണാം. മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത ജോലി എന്താണ്? നുബുവത്ത്. അത് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ നബി ആയിട്ടില്ലെങ്കിലും അള്ളാഹ്ക്കറിയാം നബി ആവാനുള്ള ആളാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അങ്ങനെയുള്ള മൂസാ നബി അലൈഹി സ്വലാം 8 വർഷം ആടിനെ നോക്കുകയാണ്. എന്തിനു വേണ്ടി? വിവാഹത്തിന് വേണ്ടി. എന്തുകൊണ്ടാണ് വിവാഹത്തിന് ഇത്ര പ്രാധാന്യമുണ്ടായത്? കാരണം അത് മാസിയത്തുകളിൽ നിന്നുള്ള വലിയൊരു രക്ഷാകവചമാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നബി മാസിയത്തുകൾ ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടിയാണ് അള്ളാഹു താല വിവാഹം കഴിപ്പിക്കുന്നത്. നബിയെ ഈ 8 വർഷം ചിലവഴിച്ചുകൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഒരു സംഭവം, മൂസാ നബി 8 വർഷം ആട് നോക്കിയതിൻ്റെ അതിനെ അവലംബിച്ച് വിവാഹത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ബദാഇഉൽ ഫവായിദ് എന്ന് പറയുന്ന കിതാബിൽ വിശദീകരിച്ച് പറയുന്നത് കാണാം. അപ്പോൾ ഏതായാലും അങ്ങനെ വിവാഹം കഴിഞ്ഞ് 8 വർഷം അവിടെ പൂർത്തിയാക്കി മടങ്ങുകയാണ്. മടങ്ങുന്ന വഴിക്ക് വഴി തെറ്റിക്കൊണ്ട് അദ്ദേഹം ഈ തൂർ പർവ്വതത്തിൻ്റെ അടുത്തെത്തി. അതെവിടെയാണ് തൂർ പർവ്വതം എന്ന് പറയുന്നത്? ഇന്നത്തെ മിസ്റിലാണ്. അപ്പോൾ തൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വിവാഹം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് കുടുംബമായി മടങ്ങുകയാണ്. ആ മടങ്ങുന്ന വഴിക്കാണ് ഈ
തൂർ പർവ്വതത്തിൻ്റെ അടുത്ത് വെച്ച് അള്ളാഹു തആല അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക. എന്താണ്? അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്ന സിഫത്ത് അല്ല, അത് നിഷേധിക്കുന്ന ധാരാളം ആളുകളുണ്ട് മുസ്ലിം സമുദായത്തിൽ. പഴച്ച കക്ഷികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും നിഷേധിക്കുന്ന ആളുകളുണ്ട്. നേർക്കുനേരെ നിഷേധിക്കുന്നവരുണ്ട്, അത് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ മഅന അള്ളാഹുവിൽ നിന്നാണ്, പക്ഷെ അതിൻ്റെ വാക്കുകൾ, പദങ്ങൾ, ശബ്ദം ഒക്കെ ജിബ്രീലിൻ്റെതാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണിത്. നിദാ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ അറബിയിൽ ശബ്ദമില്ലാതെ വിളിക്കുന്നതിന് നിദാ എന്ന് പറയുകയില്ല, അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത ഒരു കാര്യത്തിന് വിളി നിദാ എന്ന് അറബിയിൽ പറയുകയില്ല. ഇത്തിഫാക്കാണത്. ഇബ്ൻ തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു, അഹ്ലുൽ ലുഗ, ഭാഷാ പണ്ഡിതന്മാരുടെ ഇത്തിഫാക്കുണ്ട്, നിദാ എന്ന് പറയുന്നത് ശബ്ദമുള്ള സംഗതിയാണ്. അപ്പോൾ അള്ളാഹു നാദ എന്ന് പറഞ്ഞാൽ, അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണ്? ശബ്ദത്തോടു കൂടിയാണ് എന്നതിൽ സംശയമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഖുർആൻ അതിൻ്റെ ഹർഫുകളും അതിൻ്റെ ശബ്ദവും സൗത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതിനുള്ളൊരു തെളിവാണ് ഈ പറഞ്ഞ സംഭവം. ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസ് തുവ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. ഫിർഔൻ്റെ അടുത്തേക്ക് പോകാനാണ് പറയുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനെ പേടിച്ചിട്ട് നാട് വിട്ടു പോയതാണ്. ആ ഫിർഔൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങി പോകാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക, എന്നിട്ട് പറയുക ഹൽ ലക ഇലാ അൻ തസക്ക, നിനക്ക് നന്നാവാൻ താല്പര്യമില്ലേ എന്ന് ചോദിക്കുക. ഹൽ ലക, നിനക്ക് പരിഗണിച്ചുകൂടെ, അൻ തസക്ക, ശിർക്കിൽ നിന്നും അതുപോലെ തന്നെ നിൻ്റെ ഈ അക്രമങ്ങളിൽ നിന്നും ശുദ്ധിയാവാൻ, ഇതിൽ നിന്നും നന്നാവാൻ നിനക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കുക. ഇതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഈ ആയത്തിൽ. ഒന്ന്, ശിർക്കിൽ നിന്നും മാസിയത്തുകളിൽ നിന്നും സ്വയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു മനുഷ്യന് ഈ ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. സ്വന്തത്തെ സംസ്കരിക്കുക എന്നുള്ളത്, തസ്കിയത്തുൻ നഫ്സ്, നമ്മുടെ നഫ്സിനെ നന്നാക്കുക എന്നുള്ളത്, അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്ന സൂറത്തുകളും ആയത്തുകളൊക്കെ നമുക്കറിയാം. വല്ലൈലി വശംസി വൽ അസ്രി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല സൃഷ്ടികളെയും പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുന്ന സൂറത്തുകളുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം അള്ളാഹു സത്യം ചെയ്യുന്ന സൂറത്ത് ഏതാണ്? ഏറ്റവും കൂടുതൽ, അതായത് ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ അതുപോലെ സൂറത്തിൻ്റെ ഇടയിലൊക്കെ അള്ളാഹു തആല സത്യം ചെയ്യുന്ന ആയത്തുകളുണ്ട്. വൽ ഫജ്ർ, അതുപോലെ വശംസി വൽ അസ്രി, അല്ല, ഇതിലേറ്റവും കൂടുതൽ വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്ത സൂറത്ത്. ഇപ്പോൾ വൽ ഫജ്റിൽ വൽ ഫജ്ർ വലയാലിൻ അഷർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ, 4 കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തു. സൂറത്തുൽ അസറിൽ വൽ അസർ, ഒറ്റ വസ്തുവിനെ മാത്രം പിടിച്ച് സത്യം ചെയ്തു. ഇതിലേറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഏത് സൂറത്താണ്? വശംസി വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. എത്ര പ്രാവശ്യം അത് സത്യമുണ്ട്? ഖസം, വാവ്, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 11 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 9 മഖ്ലൂക്കുകളെ കൊണ്ട് സത്യം ചെയ്യുകയാണ് അള്ളാഹു. മൊത്തത്തിൽ അതിൽ 11 പ്രാവശ്യം ഈ വാവ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എണ്ണം കൂടാൻ കാരണം? അത് സൂര്യനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വദുഹാഹ വശംസി, സൂര്യനാണ് സത്യം, വദുഹാഹ, ആ സൂര്യൻ പ്രകാശിച്ച് നിൽക്കുന്ന ദുഹാ സമയവും അതിനെക്കൊണ്ടും സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ 2 പ്രാവശ്യം വാവ് ഉപയോഗിച്ചു. അങ്ങനെ മൊത്തം 11 പ്രാവശ്യം വാവുൽ ഖസം, സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവ് ഉപയോഗിച്ച് 9 സൃഷ്ടികളെക്കുറിച്ച് എടുത്തു പറഞ്ഞ് തുടർച്ചയായി അള്ളാഹു സത്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞത് എന്താണ്? അവസാനം അൽ മുഖ്സമു അലൈഹി, അല്ലെ, സത്യം ചെയ്ത് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന് അൽ മുഖ്സമു ബിഹി, എന്തിനെ പിടിച്ചാണോ സത്യം ചെയ്യുന്നത് അതുണ്ടാകും. അൽ മുഖ്സമു അലൈഹി, സത്യം ചെയ്തിട്ട് എന്താണോ പറയുന്നത് ആ വിഷയമുണ്ടാകും. ഇതിൽ സത്യം ചെയ്ത് പറയുന്ന വിഷയം എന്താണ്? സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ 9 എണ്ണമായി. എന്നിട്ട് പറഞ്ഞ വിഷയം എന്താണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹ, സ്വന്തം നഫ്സിനെ നന്നാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. ഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ദുനിയാവിൽ നമുക്ക് നമ്മുടെ സ്വന്തത്തെ നന്നാക്കുക എന്നുള്ളതായിരിക്കണം. ഓരോ ദിവസവും നമ്മൾ നമ്മെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ നമ്മൾ ചെയ്തിരുന്നതിനേക്കാൾ നല്ലതായിരിക്കണം ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ചെയ്തിരുന്നതിനേക്കാൾ കുറവായിരിക്കണം ഇന്ന് നമ്മൾ ചെയ്യുന്ന തിന്മ. അതാണ് തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫിറൗനോട് മൂസാ നബി അലൈഹി സ്വലാം പറയുന്ന കാര്യം ഇതാണ്: നിനക്ക് നിൻ്റെ സ്വന്തം നഫ്സിനെ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിച്ചുകൂടെ? അതുപോലെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, മൂസാ നബി അലൈഹി സ്വലാം ഫിറൗനോട് വളരെ താഴ്മയായിട്ടാണ് സംസാരിക്കുന്നത്.
വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്. ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ എത്ര വലിയ ധിക്കാരിയാണെങ്കിലും വളരെ സൗമ്യമായി സംസാരിക്കുക. എന്താ പറഞ്ഞത്? ഫഹല്ലക ഇല അൻ തസക്ക, ഫഖുൽ ഹല്ലക ഇല അൻ തസക്ക. നിനക്ക് നിൻ്റെ സ്വന്തത്തെക്കുറിച്ച്, സ്വന്തം നഫ്സിനെ സംസ്കരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്താണെന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്ന പോലെ നിനക്ക് നന്നായിക്കൂടെ എന്നല്ല, നന്നാവുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം, അത് നല്ല കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു കൽപ്പനയല്ല. അറബിയിലെ അറുള് എന്ന് പറയും. അയാളോട് ഇങ്ങനെ പറയണം, ഇങ്ങനെ ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചുകൂടെ എന്നാണ്. അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ വാഹദിയക ഇല റബ്ബിക ഫതഖ്ഷ, ഞാൻ നിൻ്റെ റബ്ബിലേക്കുള്ള വഴി നിനക്ക് കാണിച്ചു തരികയും അങ്ങനെ ഭയഭക്തിയോടുകൂടി ഖശ്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നതിനെ പറ്റി എന്താണ് നിൻ്റെ അഭിപ്രായം? ആദ്യത്തെ ആയത്തുമായിട്ട് യോജിച്ചിട്ടാണ്, അതിന് തുടർച്ചയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഫിർഔനോടുള്ള സൗമ്യമായ ശൈലിയാണ്. അത് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ. വളരെ സൗമ്യമായ വാക്ക് അദ്ദേഹത്തോട് പറയാം. ഈ സൗമ്യമായ വാക്ക് പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എതിരാളിയെ നമ്മൾ സ്നേഹിക്കുന്നു എന്നല്ല. നേരെ മറിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? ഈ വ്യക്തി മടങ്ങണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളല്ല. അല്ലെ ചില ആൾക്കാർ ഇത് രണ്ടും തമ്മിൽ കൂട്ടി കുഴച്ച് വെച്ചിരിക്കുകയാണ്. സൗമ്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെപ്പറ്റി മാതൃകാ പുരുഷനെന്നും അതുപോലെ തന്നെ വളരെ വലിയ മഹാനെന്നും ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിച്ച് കൊള്ളണം, അത് നമ്മൾക്കിടയിൽ പറഞ്ഞു കൊള്ളണം. അങ്ങനെയല്ല. ഈ വ്യക്തി എന്ന് പറയുന്നത് ഫിർഔൻ എന്ന് പറഞ്ഞാൽ ലഅനഹുല്ലാഹ്, അള്ളാഹു ഫിർഔനെ ശപിക്കട്ടെ എന്ന് നമുക്ക് പറയുന്നത് യാതൊരു മടിയുമില്ല. അത്രയും വലിയ ധിക്കാരിയായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും മഖാമുദ്ദഅവ, ദഅവത്തിൻ്റെ സന്ദർഭമാണ്. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സൗമ്യമായി സംസാരിക്കുക, അതാണ് അമ്പിയാക്കളുടെ രീതി. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം. ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട്, മുൻഗാമിയായ ഒരു വ്യക്തി, അദ്ദേഹത്തോട് മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു നസീഹത്ത് തരാനുണ്ട് താങ്കൾക്ക്, ഞാൻ കുറച്ച് കടുത്ത ഭാഷയിലാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി, ഇപ്പോൾ എന്നോടാണ് ഒരാൾ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് വന്നിട്ട് പറയാണ്, ഞാൻ പറയാണ് ഒരു നസീഹത്തുണ്ട്, ഞാൻ കുറച്ച് കടുപ്പത്തിലാണ് സംസാരിക്കാൻ പോകുന്നത്, ഒരു മുന്നറിയിപ്പ്. അപ്പോൾ ഈ ആദ്യത്തെ ആൾ പറഞ്ഞു, നസീഹത്ത് സ്വീകരിക്കുന്ന ആൾ പറഞ്ഞു, നിൻ്റെ നസീഹത്ത് എനിക്ക് വേണ്ട. കാരണം ഞാൻ എന്തായാലും ഫിറൗനേക്കാൾ മോശമല്ല, നീ മൂസാ നബിയേക്കാൾ നല്ല ആളുമല്ല. അപ്പോൾ മൂസാ നബി ഇത്ര നല്ല ആയിട്ട് ഇത്രയും മോശമായ ഫിറൗനോട് അള്ളാഹു എങ്ങനെയാണ് സംസാരിക്കാൻ പറഞ്ഞത്? ഫഖൂല ലഹു ഖൗലൻ ലയ്യിൻ. അപ്പോൾ നസീഹത്ത് കൊടുക്കുമ്പോൾ സൗമ്യമായി സംസാരിക്കണം, ലീനോടുകൂടി സംസാരിക്കണം എന്നത് ഇതിൽ മനസ്സിലാക്കാം. അതാണ് അസ്ല്, അതാണ് അടിസ്ഥാനപരമായ നിയമം. ഇനി ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞാൽ ഒരാൾ തിരുത്തുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടും അയാളുടെ ഇനാദ്, ധിക്കാരം മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ കടുപ്പത്തിൽ പറയേണ്ടി വരും. അത് മൂസാ നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. വ ഇന്നീല അദുന്നുക യാ ഫിർഔനു മസ്ബൂറ, നിന്നെ ഒരു നശിച്ചവനായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് ഫിറൗനോട് മൂസാ നബി അലൈഹി സ്വലാം തന്നെ പറഞ്ഞിട്ടുണ്ട് അവസാനം. അത് സന്ദർഭവും സാഹചര്യവും അനുസരിച്ച്. പക്ഷേ അടിസ്ഥാനം എന്താണ്? എപ്പോഴും നമ്മൾ സൗമ്യമായിട്ടായിരിക്കണം. ചില സന്ദർഭങ്ങളിൽ കടുപ്പിക്കുക. നേരെ തിരിച്ചാവരുത്. എപ്പോഴും വളരെ രൂക്ഷമായി, വളരെ ഗൗരവത്തിൽ മാത്രം സംസാരിക്കുക, അപൂർവമായിട്ട് സൗമ്യമായി സംസാരിക്കുക, അങ്ങനെയല്ല. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നേതാക്കന്മാരായ ആളുകളോട്, സമൂഹത്തിൽ സ്ഥാനമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ കൂടുതൽ സൗമ്യമായി സംസാരിക്കുകയാണ് വേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഫിറൗന് തൻ്റെ കൗമിലെ വലിയ ആളാണ്, നേതാവാണ്. അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്ഥാനത്തിന് യോജിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനം ഉണ്ടായിട്ടല്ല, മറിച്ച് അവർ ഹക്ക് സ്വീകരിക്കാൻ അതാണ് നല്ലത്. ഇല്ലെങ്കിൽ അവർ ഹക്ക് സ്വീകരിക്കുകയില്ല. എൻ്റെ സ്ഥാനത്തിന് യോജിക്കാത്ത രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത്, നാട്ടുകാരെല്ലാം എന്നെ ബഹുമാനിക്കുകയാണ്, അങ്ങനെയുള്ള എന്നെ ഇവൻ ധിക്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നത് അവരിൽ കിബറുണ്ടാക്കും, ആ ഹക്ക് തള്ളിക്കളയാനുള്ള വഴിയുണ്ടാക്കും. അടുത്ത ആയത്ത് ഫഅറാഹുൽ ആയത്തുൽ കുബറ, ഏറ്റവും വലിയ ആയത്ത് അൽ ആയത്തുൽ കുബറ, അത് മൂസാ നബി അലൈഹി സ്വലാം ഫിറൗന് കാണിച്ചു കൊടുത്തു. എന്താണ് ഏറ്റവും വലിയ ആയത്ത്, ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്? അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ, ഇമാമുൽ മുഫസ്സിരീനായിട്ടുള്ള തബരി, അതുപോലെ തന്നെ ഇമാം ബഗവി, അതുപോലെ ആധുനിക പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഇവരൊക്കെ പറയുന്നത് അൽ യദു വൽ അസ, വടിയും മൂസാ നബിയുടെ കയ്യും, അല്ല വടി പാമ്പാകും. ഫഅൽഖ അസാഹു ഫൈദാ ഹിയ സുബ്ബാനും മുബീൻ വനസഅ യദഹു ഫൈദാ ഹിയ ബൈദാഉ ലിന്നാദിരീൻ. വടി നിലത്തിട്ടാൽ പാമ്പാകും, അതുപോലെ കൈ അത് പ്രകാശിക്കും. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൈ
പ്രകാശിക്കുമായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ ആയത്ത്. വേറെയും പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു മൂസാ നബിക്ക് നൽകിയിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ മുഫസ്സിരിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇതൊക്കെ മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന് കാണിച്ചു കൊടുത്തു. ഫകദ്ദബ വഅസ, ഫിർഔൻ എന്താണ് ചെയ്തത്? ഫകദ്ദബ വഅസ, നിഷേധിക്കുകയും ധിക്കരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഒരു ചോദ്യം, കദ്ദബ എന്ന് പറഞ്ഞാൽ എന്താ? നിഷേധിച്ചു. അല്ല, നീ കാണിക്കുന്നതൊന്നും അത്ഭുതമല്ല, ഇതൊക്കെ സിഹർ മാത്രമാണ്. അതുപോലെ നീ പറയുന്നത് പോലെ ഒരു അള്ളാഹു ഇല്ല, ഞാൻ തന്നെയാണ് റബ്ബ് എന്നൊക്കെ പറഞ്ഞു. അതാണ് തക്ദീബ്, നിഷേധം. ഒരാളൊരു കാര്യം പറയുന്നു, അത് ശരിയല്ല എന്ന് നമ്മൾ തിരിച്ചു പറയുന്നു, തക്ദീബ്. വഅസ, പാപം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കുക, അള്ളാഹുവിൽ നിന്ന് വഹി നേരിട്ട് സ്വീകരിച്ച് കടന്നു വരുന്ന ഒരു നബിയോട് ധിക്കരിക്കുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കളവാക്കുക, ഇതിനേക്കാൾ വലിയ മാസിയത്തിന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെന്താണ് ഫകദ്ദബ വഅസ എന്ന് പ്രത്യേകം പറഞ്ഞത്? കളവാക്കുകയും മാസിയത്ത് ചെയ്യുകയും ചെയ്തു, തെറ്റ് ചെയ്യുകയും ചെയ്തു. ഈ തക്ദീബ് തന്നെ തെറ്റല്ലേ, വലിയ മാസിയത്തല്ലേ? എന്തുകൊണ്ടാണ്? മുഫസ്സിരിങ്ങൾ പറയുന്നത് കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി. അത് ഖൽബ് കൊണ്ടും നാവ് കൊണ്ടുമാണ് തക്ദീബ് ചെയ്യുക. അല്ലെ, ഒരാൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെ നമ്മൾ അവിശ്വസിക്കുക, നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സുകൊണ്ട് അത് ശരിയല്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നു, നാവ് കൊണ്ടത് പറയുന്നു. അതാണ് തക്ദീബ്. അസ എന്ന് പറഞ്ഞാലോ, മാസിയത്ത് ചെയ്തു, തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ കൊണ്ട്. അപ്പോൾ പരിപൂർണമായ ധിക്കാരം, മനസ്സുകൊണ്ടും നാവ് കൊണ്ടും. തക്ദീബ് അവയവങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുകയും ചെയ്തു. അത് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഫതവല്ല ഫിർഔൻ, മൂസാ നബി അലൈഹി സ്വലാം ഹക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഫിർഔൻ എന്താണ് ചെയ്തത്? സൂറത്ത് ത്വാഹയിൽ അല്ലാഹു പറയുന്നു, ഫതവല്ല ഫിർഔനു ഫജമഅ കൈദഹു സുമ്മ അത. ആ ഹക്കിൽ നിന്ന് തിരിഞ്ഞുപോയി, ഫജമഅ കൈദഹു, എന്നിട്ട് ഇതിനെതിരെ ശേഖരിക്കാവുന്ന തന്ത്രങ്ങളൊക്കെ ശേഖരിച്ചു, അഥവാ സാഹചര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി. സുമ്മ അത, എന്നിട്ട് മൂസാ നബിക്കെതിരെ പുറപ്പെട്ടു വന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത്, ഖാല ലിൽ മലഇ ഹൗലഹു ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇത് വലിയ സാഹിറാണിവൻ എന്ന് പറഞ്ഞു മൂസാ നബിയെ പറ്റി. ഈ വലിയ ആയത്തുകൾ മൂസാ നബി കാണിച്ചു കൊടുത്തപ്പോൾ അത് അവിശ്വസിക്കുകയും ഇവൻ സാഹിറാണെന്ന് പറയുകയും ചെയ്തു. യുരീദു അൻ യുഖ്രിജക്കും മിൻ അർദിക്കും ബിസിഹ്രിഹി ഫമാദാ തഅമുറൂൻ, ഈ സിഹറൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കുകയാണ് അവൻ്റെ ലക്ഷ്യം, എന്നിട്ട് അധികാരം പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. ഫമാദാ തഅമുറൂൻ, എന്താണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായം? ഖാലു അർജിഹ് വ അഖാഹു വബഅസ് ഫിൽ മദാഇനി ഹാശിരീൻ. നമുക്കറിയാം ബാക്കിയുള്ള ചരിത്രം. സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവനുമായി മത്സരം വെക്കാം എന്നൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതാണ് വഅസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്ത്, ഫിറൗൻ ഇങ്ങനെ ധിക്കരിക്കുകയും അതുപോലെ തന്നെ മൂസാ നബിക്കെതിരായി ചെയ്യാൻ കഴിയുന്ന ഉപദ്രവങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ സുമ്മ അദ്ബറ യസ്അ, പിന്നെ തിരിഞ്ഞു കളയുകയും ചെയ്തു. യസ്അ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചുകൊണ്ടിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിനെതിരായി. ഫഹശറ ഫനാദ, ഫിറൗൻ എന്ത് ചെയ്തു? തൻ്റെ അനുയായികൾ ഒരുമിച്ച് കൂട്ടി. ഫനാദ, എന്നിട്ട് അവിടെ വിളിച്ചു പറഞ്ഞു. ഫഖാല, എന്താണ് പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു. ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊല, അങ്ങനെ പറഞ്ഞപ്പോൾ അഥവാ ഫിറൗനിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മൂസാ നബി പറഞ്ഞ ആ കാണിച്ചു കൊടുത്ത ആയത്തുകളൊക്കെ നിഷേധിച്ച് തള്ളി, സാഹിറാണെന്ന് പറഞ്ഞു, മൂസാ നബിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അല്ലാഹു തആല എന്ത് ചെയ്തു? ഫഅഖദഹുല്ലാഹ്, അല്ലാഹു അവനെ പിടികൂടി. നകാലൽ ആഖിറതി വൽ ഊല, ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിച്ചുകൊണ്ട്. എന്താണ് ദുനിയാവിൽ ശിക്ഷ എന്ന് പറയുന്നത്? അൽ ഗറഖ്, വെള്ളത്തിൽ മുങ്ങി മരിച്ചു, മുക്കിക്കൊന്നു, നമുക്കറിയാം. അതാണ് അൽ ഊല. അൽ ഊല എന്ന് പറഞ്ഞാൽ ദുനിയാവ്, അൽ ആഖിറ എന്ന് പറഞ്ഞാൽ ആഖിറത്ത്. ആഖിറത്തിലെ ശിക്ഷയോ നരകം. അപ്പോൾ നക്കാലുൽ ആഖിറ എന്ന് പറഞ്ഞാൽ അന്നാർ, നക്കാലുൽ ഊല അല്ലെങ്കിൽ നക്കാലുൽ ദുനിയ എന്ന് പറഞ്ഞാൽ അൽ ഗറഖ്, വെള്ളത്തിൽ മുക്കിക്കൊന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാവും, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ശിക്ഷ കഴിഞ്ഞതാണ്, വെള്ളത്തിൽ മുക്കിക്കൊന്നു. ആഖിറത്തിലെ ശിക്ഷ ഇനി വരാനിരിക്കുന്നതല്ലേ? ഇവിടെ ഫഅഖദഹുല്ലാഹ്, അല്ലാഹു ശിക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിച്ചു കഴിഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഫിറൗൻ നരകത്തിൽ എത്തിക്കഴിഞ്ഞോ? ഫിറൗന് നരകത്തിൻ്റെ അനുഭവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഖബറിൽ. അത് വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. വഹാഖ ബി ആലി ഫിർഔന സൂഉൽ അദാബ്, ഏറ്റവും മോശമായ ശിക്ഷ ഫിർഔനും അനുയായികൾക്കും
ഫിറോനെയും അനുയായികളെയും ബാധിച്ചു കഴിഞ്ഞു. എന്താണത്? അന്നാർ, നരകശിക്ഷ. എങ്ങനെയാണത് അവരെ ബാധിച്ചിരിക്കുന്നത്? യുഅറദൂന അലൈഹ ഗുദുവൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും ഖബർ അവരുടെ നരകം അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കും. അല്ലേ, ഫിറോൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഖബറിൽ കടന്നിട്ട്. ഈ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് ഏകദേശം കണക്ക് കൂട്ടിയിട്ട് ഒരു 2500 വർഷം മുമ്പായിരിക്കും ഫിറോൻ ജീവിച്ചിരുന്നത്. 2500 ഇപ്പം എത്ര 2000 ഈസാ നബി മുതൽ 2000 ചില്ലനായില്ലേ. അതായത് BC 1200 എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണെങ്കിൽ, അത് ഉറപ്പുള്ള കാര്യമല്ല. BC 1200 ആണെങ്കിൽ ഇപ്പോൾ എത്ര വർഷമായി? 3200 വർഷം. അപ്പോൾ അത്രയും കാലമായി ഫിറോൻ അനുഭവിക്കുന്നുണ്ട് യുഅറദൂന അലൈഹ ഗുദുവൻ വഅശിയ്യ, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കും. വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, അന്ത്യദിനം സംഭവിക്കുന്ന അന്ന് ആ നരകത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക എന്ന് അല്ലാഹു കൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വലിയൊരു അദാബാണ്, നരകം ഇങ്ങനെ പ്രദർശിപ്പിക്കുക എന്നുള്ളത്. അല്ല, ഇപ്പോൾ ചില ജയിലുകളിലൊക്കെ നടക്കുന്ന ക്രൂരമായ ശിക്ഷകളിൽ പറയാറുള്ളൊരു കാര്യമാണ്, എന്ത് ചെയ്യും, തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. എൻ്റെ ശിക്ഷ നടപ്പിലാക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് മടക്കും. അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തിട്ട് മാനസിക നില തെറ്റിഭ്രാന്തന്മാരായ ആൾക്കാരുണ്ട്. അപ്പോൾ ഫിറോവിന് ഉള്ള ശിക്ഷ ഇതാണ്, ഏകദേശം ഇതുപോലെയുള്ള അവസ്ഥയാണ്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ നരകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫഅഖദഹു അല്ലാഹു നകാല ആഖിറതി വൽ ഊല ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. ഈ പറഞ്ഞതിൽ ഫിറോൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരു ഭാഗമാണ് ഇവിടെ എടുത്ത് പറഞ്ഞത്. എന്താണ്? മൂസാ നബി അലൈഹി സ്വലാമിനെ ധിക്കരിക്കുകയും അള്ളാഹു അതിൻ്റെ പേര് ശിക്ഷിക്കുകയും ചെയ്തു. അതാണ് ഖുലാസ. ഈ പറഞ്ഞ ചരിത്രത്തിൽ എന്തുണ്ട്? ലഇബ്റ, ഗുണപാഠമുണ്ട്. ലിമൻ യഖ്ഷ, അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക്. ലിമൻ യഖ്ഷ, പേടിക്കുന്നവർക്ക്. യഖ്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ എന്ന് അവിടെ ആയത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ലിമൻ യഖ്ഷ, ഭയമുള്ളവർക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. ഇവിടെ യഖ്ഷ എന്ന് പറയുന്നത് ഭയമുള്ളവർ എന്ന് പറഞ്ഞു. ആരെ ഭയമുള്ളവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനെ ഭയമുള്ളവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്? പറയും. എന്ത് എന്ന് പറഞ്ഞിട്ടില്ല. ലിമൻ യഖ്ഷ, പേടിയുള്ളവർക്ക് എന്നാണ് പറഞ്ഞത്. അള്ളാഹിനെ പേടിക്കുന്നവരെന്നാണോ? അല്ല, ഖുർആനിൽ വേറൊരു സ്ഥലത്ത് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിനെയും ആവാം അള്ളാഹിൻ്റെ ശിക്ഷയും ആവാം. അങ്ങനെ അള്ളാഹിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹിൻ്റെ ശിക്ഷയാണ് പേടിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. മറ്റൊരു സൂറത്തിൽ, സൂറത്ത് ഹൂദിൽ അള്ളാഹു തആല പറയുന്നു, വകദാലിക അഖ്ദു റബ്ബിക. ഫിറഔൻ്റെ കഥ പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഈ വാക്ക് പറയുന്നത്. വകദാലിക അഖ്ദു റബ്ബിക, അതുപോലെയാകുന്നു നിൻ്റെ റബ്ബിൻ്റെ ശിക്ഷ. ഇദാ അഖദൽ ഖുറ, അവൻ പട്ടണങ്ങളെ, സമൂഹങ്ങളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ. ഖറിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് നമ്മൾ പറയുക. പക്ഷേ പണ്ട് കാലത്ത് ഖറിയ എന്ന് പറഞ്ഞാൽ പട്ടണം, മദീന എന്നാണ് അർത്ഥം. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു പട്ടണം നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണ് അവൻ നശിപ്പിക്കുക. വഹിയ ളാലിമ, അക്രമികളായ പട്ടണങ്ങളെ. ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ വേദനയുള്ളതാണ്, കടുത്തതാണ്. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും ഈ പരാമർശിച്ച ചരിത്രത്തിലുണ്ട് ലആയതൻ, ദൃഷ്ടാന്തം. ലിമൻ ഖാഫ അദാബൽ ആഖിറ, ആഖിറത്തിലെ ശിക്ഷയെ പേടിക്കുന്നവർക്ക്. ഇപ്പോൾ ദുനിയാവിൽ ഈ ധിക്കാരികൾക്ക് കിട്ടിയ ശിക്ഷയൊക്കെ വിവരിക്കുമ്പോൾ അതിൽ നിന്ന് ഉപകാരമുണ്ടാവുക ആർക്കാണ്? ആഖിറത്തിലെ ശിക്ഷയെക്കുറിച്ച് ബോധമുള്ള, പേടിയുള്ള ആളുകൾക്കാണ്. കാരണം ആഖിറത്തിൽ ശിക്ഷയുണ്ടെന്ന് പേടിച്ച് നടക്കുന്ന ഒരാൾക്ക് ദുനിയാവിലുള്ള ഈ ശിക്ഷയൊക്കെ കാണുമ്പോൾ ഈ ശിക്ഷയൊക്കെ ഉണ്ടാക്കിയവനാണ് അള്ളാഹു, അവൻ ഇതിലും വലിയ ശിക്ഷയായിരിക്കും ആഖിറത്തിൽ ഒരുക്കി വെക്കുക എന്നുള്ളത് പറഞ്ഞ കാര്യമാണ്. കാരണം ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്നത് ചെറിയ ശിക്ഷയായിരിക്കും എന്ന് ഖുർആനിൽ പല സ്ഥലത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇതിലും വലുതായിരിക്കുമല്ലോ നാളെ ആഖിറത്തിൽ ഉണ്ടാവുക. ഇത്ര വലിയ ശക്തന്മാരായിട്ടും ഇവർക്ക് ഈ ദുനിയാവിലെ ചെറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ നാളെ ആഖിറത്തിൽ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ ഫിറോനേക്കാളും ഖാറൂനേക്കാളും അതുപോലെയുള്ള ആളുകളെക്കാളും ഒക്കെ നിസ്സാരന്മാരായ നമുക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കുകയില്ലല്ലോ എന്നവർ ഓർത്ത് പേടിക്കും. അപ്പോൾ ഇതാണ് ലഇബ്റ, ഗുണപാഠമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സൂറത്തിൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ആയത്താണത്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ഷ. ഇതെന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഖുർആനിലെ ഓരോ ചരിത്രവും ഓരോ കഥയും കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഗുണപാഠം ഉൾക്കൊള്ളാൻ, ഒരു ഇബ്രത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്. ഫിർഔൻ വലിയ ആളായിരുന്നു, വലിയ അധികാരം. ചില ചരിത്രങ്ങളിലൊക്കെ പറയുന്നത് 300 വർഷം രാജ്യം ഭരിച്ചു എന്നാണ് ഫിർഔനെക്കുറിച്ച് പറയുന്നത്. അല്ലേ, നമുക്ക് ഖാറൂനെ പറ്റി അറിയാം. ഖാറൂൻ്റെ ഖജനാവുകളുടെ താക്കോല് ഒരു സംഘം ആളുകൾക്ക് വഹിക്കാൻ സാധിക്കാത്ത അത്രയും വലുതായിരുന്നു. ഈ ഖാറൂൻ എന്ന് പറയുന്നത് ബനു ഇസ്രായേൽപ്പെട്ട ഒരു മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൗമിൽപ്പെട്ട ഒരു പണക്കാരൻ മാത്രമാണ്. ഒരുപാട് പണക്കാരുണ്ടാകും,
ആ പണക്കാരുടെയൊക്കെ മുകളിലായിരിക്കും രാജാവ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും വലിയവനെ അള്ളാഹു ഇത്രയും നിസ്സാരമായി ശിക്ഷിക്കുകയും കടുത്ത ശിക്ഷ കൊടുക്കുകയും ചെയ്യാൻ അള്ളാഹുവിന് ഒരു തടസ്സവുമില്ല, ഒരു പ്രയാസവുമില്ല. അപ്പോൾ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇത് ഓർക്കുക എന്നുള്ളതാണ് ഈ കഥകൾ പറയുന്നതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ഷ. അപ്പോൾ ഇത്രയുമാണ് ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സൂറത്ത് നാസിയാത്തിൽ പറഞ്ഞ ആയത്തുകളുടെ ആശയം. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ നമുക്ക് അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.